ഹായ്, വെൽക്കം ബാക്ക് ടു ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റ്. ഇത് ധർമ്മരാജ സീരീസിലെ 6ാമത്തെ എപ്പിസോഡ്. കഥ പറയുന്നത് സന്തോഷ്. ഹരിപഞ്ചാനന യോഗീശ്വരൻ്റെ ഭക്തനായ കളപ്രാക്കോട്ട തമ്പി വിക്രമചോള കുലോത്തുംഗൻ എന്ന ചോള രാജാവിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളും കേരള നാട്ടിലെ 2000 കുടികൾക്ക് തലവനുമാണ്. കളപ്രാക്കോട്ട വിശ്വനാഥൻ തമ്പി കുഞ്ചുവിരാട്ടി എന്നാണ് മുഴുവൻ പേര്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് രാജ്യത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ഇരണിയൽ, കൽക്കുളം എന്നീ താലൂക്കുകളുടെ തെക്കേ അതിർത്തിയിൽ ഏതാനും നായർ കുടുംബങ്ങളെ പടിഞ്ഞാറ് സമുദ്രതീരം മുതൽ കിഴക്ക് സഹ്യപർവ്വതം വരെ നിരനിരയായി താമസിപ്പിച്ചിരുന്നു. കുലോത്തുംഗ വംശത്തിൽ ജനിച്ചവരായിരുന്നു ഇവരെല്ലാവരും. വേമ്പന്നൂർ എന്ന ദിക്കിൽ ഇവർക്ക് സ്വന്തമായി ഭരിക്കാൻ അധികാരമുള്ള ഒരു പ്രദേശവും ഉണ്ടായിരുന്നു. കോട്ടയും കൊത്തളവും പടയും പാളയവും എല്ലാം സ്വന്തമായി ഉണ്ടായിരുന്നു. ഈ പരമ്പരയിലെ അവസാന കണ്ണിയാണ് വിശ്വനാഥൻ കുഞ്ചുപിരാട്ടി. തൻ്റെ ആജ്ഞാശക്തിയാൽ ഒരു പ്രദേശത്തെ മുഴുവൻ ഭരിക്കുന്ന കുഞ്ചുപിരാട്ടി തൻ്റെ പൂർവികർ ചെയ്തു വെച്ച ദുഷ്കർമ്മ ഫലങ്ങളിൽ നിന്ന് കുടുംബത്തെ രക്ഷിച്ച് ഐശ്വര്യം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി യത്നിച്ചു. ആ വഴിക്കാണ് ഹരിപഞ്ചാനന യോഗീശ്വരനുമായി അടുത്തത്. ഏകദേശം 3 മാസത്തോളം വേമ്പന്നൂരിൽ തമ്പിയുടെ അതിഥിയായി യോഗീശ്വരൻ താമസിക്കുകയുണ്ടായി. ഉടലോടെ സ്വർഗം പ്രാപിച്ച ഒരു വേണാട്ട് രാജാവിൻ്റെ അവതാരമാണെന്നും ഇപ്പോഴത്തെ രാജാവായ ധർമ്മരാജാവിന് ഹൈദരാലിയിൽ നിന്നുണ്ടാകാനിടയുള്ള ആപത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് അവതാര ഉദ്ദേശമെന്നും യോഗീശ്വരൻ തമ്പിയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യം യാതൊരു കാരണവശാലും വെളിയിൽ പറയില്ലെന്ന് തമ്പിയെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു. ഗുരുനിയോഗമനുസരിച്ച് ഒരു വലിയ ഭജനമഠം തമ്പി പണിതുയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തിരുവിതാംകൂറിനെ രക്ഷിക്കുവാനായി സേനാ സജ്ജീകരണവും ചെയ്തിരുന്നു. പൂർവികർ സമ്പാദിച്ചു വെച്ചിരുന്ന ധനം ധാരാളം ഈ ആവശ്യത്തിലേക്ക് തമ്പി വിനിയോഗിച്ചു. രാജ്യരക്ഷയ്ക്കായി ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് ചെലവാക്കേണ്ടി വരുന്ന ധനത്തെപ്പറ്റി തമ്പി വേവലാതിപ്പെട്ടില്ല. ആത്മബലിയായി തന്നെ അദ്ദേഹം അതിനെ കണക്കാക്കി. രാജ്യം ഭരിക്കുന്ന രാമവർമ്മ മഹാരാജാവിൻ്റെ അനുവാദമില്ലാതെ നടത്തുന്ന പടയൊരുക്കങ്ങൾ ശിക്ഷാർഹമാണെങ്കിലും മഹാരാജാവ് ശിക്ഷണ നടപടികളൊന്നും സ്വീകരിച്ചില്ല. വിശ്വസ്തരായ ചില ഉപദേശകർ തമ്പിയുടെ നടപടികളെപ്പറ്റി ചില വിവരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അതുകൊണ്ട് തമ്പി നിരന്തര നിരീക്ഷണത്തിലായിരുന്നു. കളപ്രാക്കോട്ടയിലെ സമ്പത്തിന് ശോഷണം സംഭവിച്ചു തുടങ്ങിയപ്പോൾ ചില ഉപചാപങ്ങൾ യോഗിയുടെ സഹായത്തോടെ പ്രയോഗിച്ചു തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് ഇടയ്ക്കിടെ രാജഭടന്മാരും ഉദ്യോഗസ്ഥരും തമ്പിയെ കാണാൻ വന്നിരുന്നു. ഇവർ യഥാർത്ഥത്തിൽ യോഗിയുടെ ആൾക്കാരായിരുന്നു. ഹരിപഞ്ചാനന യോഗീശ്വരൻ കളപ്രാക്കോട്ട തമ്പിയുടെ കയ്യിൽ വെറും പാവയാണെന്നും തമ്പി വിചാരിച്ചാൽ യോഗീശ്വര സഹായത്തോടെ എന്തും സാധിക്കുമെന്നും നാട്ടിൽ വാർത്ത പരത്തി. അടുത്തു തന്നെ തമ്പിയെ മഹാരാജാവ് സർവാധികാരിക്കാരനാക്കാൻ പോണു എന്നും ജനസംസാരമുണ്ട്. ഡൽഹി ബാദുഷയും ഹൈദരാലിയും ഇംഗ്ലീഷുകാരുമൊക്കെ തമ്പിയുമായി കാര്യസാധ്യത്തിന് വേണ്ടി കത്തിടപാടുകൾ നടത്താറുണ്ട് പോലും. തമ്പിയാകട്ടെ ഇതൊക്കെ കേട്ട് മിഥ്യാഭിമാനത്താൽ ആഹ്ലാദിച്ചു. കുഞ്ചുവിരാട്ടി തമ്പി ഭാര്യയെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നു. തമ്പി സ്ഥാനം പോലും സ്വയം ദാനം ചെയ്തതാണ്. ഭാര്യ അരത്തമപ്പിള്ള തങ്കച്ചിയുടെ കുടുംബക്കാരാകട്ടെ രാജാവിൻ്റെ ബഹുമതികൾക്കുടമകളായിരുന്നു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് തന്നെ ഇരട്ട തിരുമുഖവും ചെമ്പകരാമൻ പട്ടവും കിട്ടിയ കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ തങ്കച്ചിക്ക് തമ്പിയേക്കാൾ കുലീനതയും പാരമ്പര്യവും അവകാശപ്പെടാം. അതുകൊണ്ട് നേരിയ അപകർഷതാബോധം തമ്പിയെ ബാധിച്ചിരുന്നു. യോഗീശ്വരനുമായുള്ള അടുപ്പവും അതുവഴി വന്നുകൂടിയ ഭാരിച്ച സാമ്പത്തിക നഷ്ടവും തങ്കച്ചിയുടെ വീട്ടുകാരെ പ്രകോപിപ്പിക്കാതിരുന്നില്ല. ബന്ധം വേർപെടുത്തിയാലോ എന്നുപോലും അവർ ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ സ്ത്രീരത്നമായ തങ്കച്ചി അതിന് സമ്മതിച്ചില്ല. സ്വർണ്ണച്ചേനയും പൊൻകദളിക്കുലയും ഉൾപ്പെടെ നിരവധി സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ ഉടമയായതുകൊണ്ടും 6-7 കുട്ടികളുടെ പിതാവായതുകൊണ്ടുമാണ് തമ്പിയെ തങ്കച്ചി ഉപേക്ഷിക്കാൻ മടിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും കുഞ്ചുതമ്പി തിരുവിതാംകൂറിൻ്റെ തെക്കൻ ദിക്കിനെയും തങ്കച്ചി തമ്പിയെയും നിർബാധം ഭരിച്ചു പോന്നു. ഹരിപഞ്ചാനന യോഗീശ്വരൻ്റെ എഴുന്നള്ളത്ത് കഴക്കൂട്ടത്ത് അടുക്കാറായപ്പോൾ തമ്പി അദ്ദേഹം കൂർക്കം വലിച്ചിറങ്ങുകയായിരുന്നു. പുറത്തെ ആരവം കേട്ട് എന്താണെന്നറിയാൻ തമ്പി തങ്കച്ചിയെ വിളിക്കാൻ ശ്രമിച്ചു. അവരൊന്ന് തിരിഞ്ഞു കിടന്നതല്ലാതെ കേട്ടെന്ന് ഭാവിച്ചില്ല. തുടർന്ന് ഭൃത്യജനങ്ങളുടെ വിളി കേട്ടു തുടങ്ങി. വാതിൽ തുറന്ന് തമ്പി വിവരമന്വേഷിച്ചു. വെളുപ്പിനെ പറയർക്ക് കൃഷിയായുധങ്ങൾ എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി 2ാം വിചാരിപ്പുകാർ ആരോ വാതിൽ തുറന്നപ്പോൾ അവർ കണ്ടത് പൂമുഖത്ത് സാക്ഷാൽ ഹരിപഞ്ചാനന യോഗീശ്വരൻ എഴുന്നള്ളിയിരിക്കുന്നതാണ്. ഇതറിഞ്ഞ തമ്പി സ്വാമിയെ യഥോചിതം സ്വീകരിക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ തങ്കച്ചിയെ ചുമതലപ്പെടുത്തി. കൈകാലുകളും മുഖവും കഴുകുന്നതിന് തമ്പി പോയപ്പോൾ തങ്കച്ചി അകത്തളങ്ങളും മുറ്റവും അടിച്ചു തെളിപ്പിച്ചു. ജപപ്പലക, പുലിത്തോൽ, ദീപം, ആലവട്ടം, കലശപ്പാനകൾ, കിണ്ടികൾ മുതലായവയൊക്കെ ഒരുക്കി വെച്ചു. തമ്പി പ്രാഥമിക കൃത്യങ്ങൾ കഴിച്ച് നെറ്റിയിൽ ഭസ്മം പൂശി രുദ്രാക്ഷമാല ചാർത്തി വസ്ത്രം മാറി പൂമുഖത്തെത്തി. ദൂരെ മാറി നിന്ന് ഭക്ത്യാദരപൂർവ്വം പ്രണമിച്ചു. സുവർണ ശരീരനായി പ്രാണായാമത്തിൽ മുഴുകി ദീപപ്രഭയിൽ ശോഭിച്ചിരിക്കുന്ന യോഗിയെ തമ്പി കണ്ടു. ധ്യാനത്തിൽ നിന്ന് മുക്തനായ സ്വാമി എഴുന്നേറ്റു. ദൂരെ മാറി തമ്പി വായ്പൊത്തി നിന്നു. ഉള്ളിലേക്ക് കടന്ന് ഒരുക്കി വെച്ചിരുന്ന പുലിത്തോലിൽ പത്മാസനത്തിൽ സ്വാമി ഇരുന്നു. ആർഭാടമൊന്നുമില്ലാതെ ഒറ്റയ്ക്കുള്ള ഈ എഴുന്നള്ളത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം കാണുമെന്ന് വിചാരിച്ചു തമ്പി.
എല്ലാവരെയും സ്വാമി അനുഗ്രഹിച്ചു. ഭാര്യയുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ കാരുണ്യപൂർവ്വം ചോദിച്ചു. പ്രശാന്ത മനസ്കനായി സ്വാമി തമ്പിയെ നോക്കുന്നത് കണ്ട് തമ്പി അടുത്ത് ചെന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു വരവിന് കാരണമെന്താണ്? തമ്പി തിരുവനന്തപുരത്തേക്ക് തിരിക്കണം, ആൾക്കാരെയൊക്കെ തയ്യാറാക്കണം, 2000 പറ നെല്ല് കുത്തിച്ച് അരി അവിടെ എത്തിക്കണം, 3000 രാശി നേരത്തെ തരണം, എല്ലാം കടമായിട്ട്, ഒന്നും സമ്മാനമായി വേണ്ട, പലിശയോടുകൂടി തിരികെ കൊടുക്കും, അല്ലെങ്കിൽ പ്രതിഫലമായി തക്ക അനുഭവം കാട്ടിക്കൊടുക്കും. യോഗീശ്വരൻ്റെ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച തമ്പിക്ക് പക്ഷേ അതല്ല വേദന ഉണ്ടാക്കിയത്. ഇത് പറയുന്നതിന് വേണ്ടി എഴുന്നള്ളിയതാണ്. സംഗതി അടിയന്തരമായതുകൊണ്ടാണെന്നും ആപത്തുകൾ അടുത്തിരിക്കുന്നുവെന്നും സ്വാമി അരുളി ചെയ്തു. നാടൊട്ടുക്ക് ജനങ്ങൾ അനുകൂലമാണെങ്കിലും സ്വാമിയുടെ വലങ്കയായി നിൽക്കേണ്ടത് മറ്റാരുമല്ല, തമ്പി തന്നെ. അവിടുത്തെ ആഗ്രഹം അതാണ്. ധ്യാനാദി കർമ്മങ്ങളൊക്കെ തെറ്റാതെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ മറന്നില്ല അദ്ദേഹം. പോകുന്നതിന് മുമ്പ് സ്വാമികൾ ഉപദേശിച്ചു, ചില കഷ്ടതകളൊക്കെ വന്നുവിടാം, ചില ഭീഷണികൾ തന്നെ ഉണ്ടാവാം, ഒന്നുകൊണ്ടും കുലുങ്ങരുത്. കഷ്ടതകൾ വന്നാൽ പിന്നീട് വരുന്നത് ശ്രേയസ്സാണ്. സ്വാമിയിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. കാഷായ വസ്ത്രത്തിനുള്ളിൽ നിന്നും അദ്ദേഹം കൈനീട്ടി. നീലയും പച്ചയും നിറം കലർന്ന ഒരു സർപ്പത്തെ വളയായി ധരിച്ചിരുന്നു സ്വാമി. അതിൻ്റെ ഉയർന്നു വന്ന ഫണത്തിൽ തൊട്ട് തമ്പി സത്യം ചെയ്തു. യോഗീശ്വരൻ അതേ തുടർന്ന് തമ്പിയെ മുറുകെ ആലിംഗനം ചെയ്തു. തമ്പിയുടെ അടഞ്ഞ കണ്ണുകളിൽ നിന്ന് ആനന്ദബാഷ്പം പൊഴിഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ യോഗീശ്വരൻ അപ്രത്യക്ഷനായിരുന്നു. നേരവും വെളുക്കാറായി. തമ്പിയുടെ ഭാര്യ സഹോദരൻ്റെ ഒരു കത്ത് അധികം വൈകാതെ അന്ന് തന്നെ കിട്ടി. തമ്പി രാജ്യദ്രോഹകരമായ ചില കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നുവെന്നും അക്കാര്യം രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള അറിയിപ്പായിരുന്നു കത്തിൽ. ഒപ്പം കഴിവതും വേഗം എല്ലാം അവസാനിപ്പിക്കണമെന്നുള്ള ഉപദേശവും. തങ്കച്ചി സഹോദരൻ പറഞ്ഞതിനോട് യോജിച്ചു. വരുന്നത് വരട്ടെ എന്ന നിലപാടായിരുന്നു തമ്പിയുടേത്. ഈ അധ്യായത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഗീശ്വരൻ എത്താമെന്ന് പറഞ്ഞിരുന്നത് കഴക്കൂട്ടത്തിനടുത്ത് ചന്ദ്രക്കാരൻ്റെ വീട്ടിലാണ്. പക്ഷേ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇങ്ങ് തെക്ക് കളപ്രാക്കോട്ടയിലാണ്. കഴക്കൂട്ടവും കളപ്രാക്കോട്ടയും തമ്മിൽ ആൾമോസ്റ്റ് 60 കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട്. അതായത് തിരുവനന്തപുരം സിറ്റിയുടെ വടക്ക് ഭാഗത്ത് കഴക്കൂട്ടവും ഓൾമോസ്റ്റ് കന്യാകുമാരി ജില്ലയുടെ ബോർഡറിലായിട്ടാണ് കളപ്രാക്കോട്ടയും. ഇനിയിപ്പോൾ ചടങ്ങൊക്കെ തുടങ്ങുന്ന സമയത്തേക്ക് സ്വാമിക്ക് കഴക്കൂട്ടത്ത് എത്താൻ പറ്റുമോ? മാത്രമല്ല, എന്തിനായിരിക്കും ഈ 3000 രാശിയും 2000 പറ നെല്ലും ഒക്കെ കളപ്രാക്കോട്ട തമ്പിയോട് ഒരുക്കാൻ പറഞ്ഞത്? സോ എന്തോ കാര്യമായിട്ട് പണി നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വരുന്ന എപ്പിസോഡിൽ നോക്കാം. ഈ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഈ പോഡ്കാസ്റ്റിനെ റേറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കേൾക്കുന്നവരെ ബൈ, സീ യു.